സകൃതകൃതാവായ നാട്ടുകാരെ, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ തുടങ്ങാം അല്ലേ? ശരി ശരി, ഒരറുമ്പാതം ഇല്ലാത്ത ഇടപാട്. ആ നീ ഫോൺ പോയി. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മന്ത്രി വരെ കാത്തിരിക്കുക. മന്ത്രിയല്ലേ, പറഞ്ഞ നേരവും കാലമൊക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ്. എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് എനിക്ക് വന്നിട്ടല്ലേ. പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചേക്കാൻ. എങ്കിൽ ചർച്ച ആരംഭിക്കാം. ആശാനെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് പൂഞ്ഞാറിലെ മുൻ MLA കൂടിയായിട്ടുള്ള ഒരു നേതാവ് BJP-യിൽ ചേർന്ന് അങ്ങ് പരാമർശിച്ചല്ലോ. ചെല്ലടാ ചെല്ലി. ഓ, ആ പിശാച് പിന്നി വന്നോ? അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ PC ജോർജ്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ചായയുടെ കാശ്. യൂത്ത് കോൺഗ്രസിലെ PC ജോർജ് ആണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. ഇറങ്ങി പോടോ. ആരാണ് തന്നെ പറഞ്ഞ് പറ്റിച്ചത്? ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെട്ടു. നാവെടുത്താൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? ഇനിയാണൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് 2 പൊത്തു കൊത്തണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയൻ എന്ന് വിളിക്കുക. അവന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവൻ ഫ്രാഡാണ്. അനിയൻ തമ്പുരാനാ അല്ലേ? അല്ല, ഞാൻ അപരിതക്കാരൻ. അല്ല, ഇദ്ദേഹം അനിയൻ തമ്പുരാനല്ലേ? കുടുംബചരിത്രമൊക്കെ പിന്നെ പറയാം. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ആദരണീയരായ ഗോവിന്ദമാഷെ ഗോവിന്ദൻ എന്ന് വിളിക്കുക. യൂത്ത് കോൺഗ്രസിന് ഒരു PC ജോർജിനെ ലഭിച്ചിട്ടുണ്ട്. അവൻ അതും പറയും, അപ്പുറവും പറയും. യൂത്ത് കോൺഗ്രസിന്റെ PC ജോർജ് ആണ് ഒരു ക്ലൂ തരാവോ? യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്. ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ, ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, ഞാൻ അങ്ങയോട് ചോദിച്ചു, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത കുറെ അവന്മാരെ, അയ്യോ കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ, പൊളിറ്റിക്കലി തന്തയില്ലാത്ത 8-ലധികം ജില്ലയിലെ കുറെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞു. അതുണ്ട്. അങ്ങ് മിണ്ടിയോ? ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്കും, എന്തെങ്കിലും ഒരു വഴി കിട്ടും. മിണ്ടിയില്ലല്ലോ. കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള PC ജോർജിന്റെ വാക്ക് കടമെടുത്ത നാട് മുഴുവൻ കടവും പൊളിറ്റിക്കലി തന്തയില്ലാത്ത, വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി, അങ്ങയുടെ കൂടെയും അങ്ങേക്കാളും മെച്ചപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ഒക്കെ BJP-യിലാ. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പുറത്തേക്ക് പോണോ? അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു തരിപ്പണമാക്കി. യൂത്ത് കോൺഗ്രസിലെ PC ജോർജിന്റെ വാക്ക് കടമെടുത്താൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത ആളുകളായി ഞങ്ങൾ മാറില്ല. എന്താ ചെയ്തത്? ജയിച്ചു. അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ 12 കോൺഗ്രസ് MLA-മാരെ ജയിച്ചു. എന്തൊരു അറിവാ നിനക്ക്. കൈരളി TV-യിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, യൂത്ത് കോൺഗ്രസിലെ PC ജോർജിന്റെ വാക്ക് കടമെടുത്താൽ 12 കോൺഗ്രസ് MLA-മാർ പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി BJP-യിൽ ചേർന്നു. എത്ര പേര് വേറെയുണ്ട്? മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ BJP-യിൽ ചേർന്നു. എന്താ കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം? അതിന് തൊട്ടുപുറകിൽ പരമബന്ധി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. ഇതൊക്കെ ആളുകൾ കേട്ടോണ്ടിരിക്കല്ലേ? സംഭവം എന്താണെന്നറിയാവോ? യൂത്ത് കോൺഗ്രസിന് ഒരു PC ജോർജിനെ ലഭിച്ചിട്ടുണ്ട്. നാവെടുത്താൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി. പൊളിറ്റിക്കലി തന്തയില്ലാത്ത അല്ല, അതെന്താ അങ്ങയുടെ അഭിപ്രായത്തിലാണ് അസഭ്യമല്ല. അതെ, ഇത് കേരളമാണ്. ഇതുപോലെ വിവരം കെട്ടവന്മാര് ക്യാപ്സ്യൂളും വിഴുങ്ങി ദഹിക്കാതെ വന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിവരം കെട്ടവന്മാരുള്ള കേരളം. അല്ല, അതിപ്പോ അങ്ങനെ അതേ നിലവാരത്തിലാണ് ഞങ്ങൾ സമ്മതിക്കുന്നതെന്നാണോ? മിലിറ്ററി ആളറിഞ്ഞ് സംസാരിക്കണം. അയ്യോ, അതിർത്തി മാറി വെടിവെച്ചല്ലോ ഈശ്വര. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി കൊളവാക്കണ്ട. ആങ്കർ എന്നെ തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കോൺഗ്രസുകാരോട് സംവദിക്കാൻ കൂടുതൽ എളുപ്പം. ഞങ്ങളുടെ ഭാഷ പറഞ്ഞ അവർക്ക് മനസ്സിലാകുമോ? നോക്കിക്കോ, കണ്ട. ഓക്കെ, മനസ്സിലായോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കുന്നില്ല. അല്ലല്ല,
എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് 1 മണിക്കൂർ വേണം. അതുപോലെ തന്നെ ഉപസംഹാരം എനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്. എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അതും വിശേഷിച്ച് നാട്ടുമ്പുറം ആയതുകൊണ്ട് ഒന്ന് പരത്തി പറഞ്ഞാല് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോഴേക്കും നേരം വിളിക്കും സാറേ. എന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. ഞാനിവിടെ മറ്റേ പണിക്കല്ലല്ലോ വന്നേ. ഞാനിവിടെ പാനലിസ്റ്റ് എനിക്ക് അദ്ദേഹം CPM-ന്റെ പ്രസക്തിയെ കുറിച്ച് ചോദിച്ചു. ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചല്ലോ, ഞാൻ കൂടെ സംസാരിക്കട്ടെ, കേട്ടോളൂ. ഞാൻ ഇവിടെ മറ്റേ പണിക്കല്ല വന്നേക്കുന്നേ. ഞാൻ സംസാരിച്ചില്ല. ഞാൻ ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. ഡയലോഗ് അടിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. മറ്റേ പണിക്കല്ല വന്നിരിക്കുന്നത്. ഞാൻ മാന്യമായി വഴങ്ങിയതാണ്. അതെ, ഞാൻ മറ്റേ പണിക്കല്ല ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങ് ഏത് പണിക്കാ വന്നിരുന്നത് ഞാൻ പറഞ്ഞോ? കഷ്ടം. എന്താ ഇത്ര കഷ്ടം? നാക്കെടുത്ത് വളർത്താം. എന്തെങ്കിലും നല്ല 2 വർത്തമാനം തന്റെ വായിന്ന് കേട്ടിട്ട് എനിക്ക് ചത്താ മതിയാ. അങ്ങ് വേറെ എന്തെങ്കിലും പണിക്ക് വന്നിരുന്നാന്ന്? അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. താങ്കൾ എന്നോട് CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തോളൂ, അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന് അതല്ല, അല്ല, കൊണ്ട് തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ പ്ലീസ് താങ്കൾ അവസരം കഴിഞ്ഞല്ലോ. താങ്കൾ ഇതിന് അസ്വസ്ഥനാണ്. സർ ദയവേത് സമ്മേളനം കലക്കരുത്. വിറപ്പിക്കും ഞാൻ. സ്റ്റേജ് കയറിയ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അവിടെ നിന്നേ, നിൽക്കാൻ പറ്റില്ല. എന്താടോ ഇവിടെ? എന്ത് പറ്റി? ഇയാൾക്കെന്തൊരു മൂഡ് ഔട്ട് പോലെ? ഔട്ടാണ് സാറേ. മൂഡ് മാത്രമല്ല, മൂഡും അതിന്റെ നെയ്ബേഴ്സും ഒക്കെ ഔട്ടാണ്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഖഗൻ മർമു എന്ന് പറയുന്ന MLA, മഫൂജ ഖത്തൂൽ, മുബഷർ അലി. എന്താ പറഞ്ഞത്? 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പൊ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ BJP-യിൽ പോയി. മുബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഭയങ്കരമാ വളർന്നു പോയി. അവസരത്തിൽ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ട നിലവിളി എന്ന് പറയും. അല്ല, താങ്കളുടെ അവസരത്തിൽ തിരുത്താം. ഇത് മര്യാദയാണ്. പച്ചക്കള്ളം പറഞ്ഞു. ആരോ നല്ലവണ്ണം പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാത്ത താങ്കളുടെ അവസരത്തിൽ തിരുത്താം. ഇതാണ് ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. കംപ്ലീറ്റ് തെറ്റി. നമ്മളെ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. നീയാ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. നബിലിന്റെ ബാക്കി എടുക്കണം. അടിക്കല്ലേ? തന്തയ്ക്ക് വിളി മത്സരമായി മാറിയിരിക്കുകയാണ്. അയാൾ ഉപയോഗിച്ച കേട്ടോ. ഈ തന്തയ്ക്ക് വിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ല. എന്നെ കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും ഞാൻ അവന്റെ ഭാഷ അതൊക്കെ ഉപയോഗിച്ച കേട്ടോ. അല്ല, എന്തോ ഞാൻ പറഞ്ഞേ? എന്നിട്ടോ പറഞ്ഞു കഴിയട്ടെ, നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. അദ്ദേഹം പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? താങ്കൾ നിർത്തുന്നേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ പ്രതിനിധി എനിക്ക് അറിയാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഒന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം പറഞ്ഞു. അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം തമ്മിൽ വിവരം കെട്ടവനെ എനിക്ക് ഇവനെ ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. ആള് ശുദ്ധ പാവ. ഉള്ളിലൊന്നുമില്ല. ഇതൊന്നും ഞാൻ ഓൺ ചെയ്തതല്ല. അല്ല, ആരും ഓൺ ചെയ്യണ്ട, നമുക്ക് അത് വിടാം. ഇങ്ങനെ പറയുന്നവരും വിവരം കെട്ടവനും നല്ല വിളിക്കണ്ട, അതിനപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. ഞാൻ സാമാന്യ മര്യാദ കൊണ്ട് മര്യാദക്കിരിക്കുക. എന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റമില്ല. ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു. ഒരു DYSPക്ക് ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോൺടെക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എനിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ?
അല്ല കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്. നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. നികൃഷ്ട ജീവി എന്നാ വിളിക്കുന്നത്. കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. നിന്റെ മുഖം എന്താ മരോട്ടിക്കാതെ MLA പോലിരിക്കുന്നു. എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എന്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാ. അതെനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തേക്ക് എന്താ ഉള്ളത്. എനിക്കും അറിയില്ല. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് BJP-യിൽ പോയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. വായിച്ചാൽ തീരത്തില്ല. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.